ഗ്ലോബൽ വില്ലേജിലേക്ക് ഞങ്ങൾ ഇത്രയും ധൃതി പിടിച്ച് പോകാൻ കാരണം ഇവിടെ ഫയർ വർക്ക് ഉണ്ട് എന്നൊരു സംഭവം കേട്ടിട്ടാണ്. ഞങ്ങൾക്ക് ദിവാലിക്കോ ഫയർ വർക്ക് കാണാൻ പറ്റിയില്ല. എല്ലാവരും വീഡിയോ ഇട്ട് കണ്ടപ്പോൾ മേ ബി ആദ്യം ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര ഒരു ആക്രാന്തം പോലെ ഉണ്ടായിരുന്നു ഇത് കാണണം എന്നൊരു സംഭവം. അത് കാരണം ഇവിടെ എന്തോ ഒരു 9 മണിക്ക് ഒരു ഫയർ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ വന്നത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് 9 മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പോലെ 4 മണി പറഞ്ഞാൽ 6 മണിക്ക് പൊട്ടുന്ന സാധനമല്ല. 9 മണി പറഞ്ഞാൽ 9 മണിക്ക് തന്നെ സാധനം പൊട്ടും. ആൻഡ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ ഇത് എവിടെയാ പൊട്ടുന്നതെന്നും കാര്യങ്ങളൊന്നും. ആ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റിയെന്ന് ചോദിച്ചാൽ കാണാൻ പറ്റി, അത്രേ കാണാൻ പറ്റിയുള്ളൂ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അല്ല, ഓരോരോ രാജ്യങ്ങൾ നമ്മളിങ്ങനെ മാറിപ്പോകുന്നുണ്ടേ. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ താല്പര്യമുള്ളിടത്ത് മാത്രം നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താ വന്നു വീഴുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇന്ത്യൻ പവലിയനിൽ പോയപ്പോൾ ഞങ്ങൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്തെങ്കിലും എന്തോ അത്രയും അങ്ങോട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ കാണാൻ പറ്റിയത് നമ്മുടെ എക്സിബിഷനിലൊക്കെ കാണുന്ന പോലെ ഏതെടുത്താലും 10 ഏതെടുത്താലും 5 എന്നുള്ളൊരു സംഭവമാണ്. പക്ഷെ അവിടെയാണെങ്കിലും അങ്ങനൊരു നമുക്ക് ഇഷ്ടപ്പെടാത്തോണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, എന്നാലും കുഴപ്പമില്ല, കാണാൻ കൊള്ളാം. പക്ഷെ വാങ്ങിക്കാനൊന്നും എനിക്കിഷ്ടമായില്ല. ദേ ഗ്ലോബൽ വില്ലേജ് വന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളിവിടെയും കഴിച്ചത് പാനിപൂരി മസാല ദോശയൊക്കെയാണ്. ആ കുറേയൊക്കെ ഞങ്ങളിങ്ങനെ തപ്പി നടന്നു എന്ത് വെറൈറ്റി ആയിട്ട് കഴിക്കുന്നൊക്കെ. ഫൈനലി ഞാൻ പറഞ്ഞ ഒരു വെടിക്കെട്ടിന്റെ അറ്റഭാഗം കറക്റ്റ് കഴിയാറായപ്പോൾ എനിക്ക് വീഡിയോയിൽ കിട്ടി. എന്തായാലും കുഴപ്പമില്ല, പക്ഷെ നല്ല രസമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. കുറേ ഒരുമിച്ച് കിട്ടുമ്പോൾ ഉള്ളൊരു ഭംഗി, യുനോ, ആ സംഭവം. എന്തായാലും കുഴപ്പമില്ല, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഭയങ്കര ഓവർ റേറ്റഡ് ആണ്. ചുമ്മാ അവരങ്ങ് കത്തിയാക്കി വെച്ചേക്കുക. ഇനി ഞങ്ങൾക്ക് ഒത്തിരി കാണാനുണ്ട്. ഒരു കാർണിവൽ സെറ്റപ്പാണ് അറ്റത്തോട്ട് പോകുമ്പോൾ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടുള്ള എക്സൈറ്റ്മെന്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഓരോ പവലിയനിലും അവരുടെ അതാത് കൺട്രീസിന്റെ ഓരോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. എല്ലായിടത്തും നടക്കുന്നില്ല, ബട്ട് സ്റ്റിൽ മോസ്റ്റ് ഓഫ് ദം പവലിയനിലും അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് പിള്ളേരെ ആകർഷിക്കുന്ന കുറേ സാധനങ്ങളും പിന്നെ കുറേ റൈഡ്സും കാര്യങ്ങളും ഫെറിവെയിലും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കയറണമെങ്കിൽ ഒരാൾക്ക് 30 ദിറം കൊടുക്കണം, അത് വീക്കെൻഡിൽ. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ 25 ദിറം കൊടുക്കണം. ആ അതിച്ചിരി കൂടുതലാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് കൂടുതലാണ്. അത് കാരണം എപ്പോഴും വരാനൊന്നും പറ്റില്ല. പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ പൈസ ഒന്നും നോക്കാണ്ട് ഇങ്ങനെ ഏത് വേണമെങ്കിലും വാങ്ങിക്കാനുള്ള ഒരു റിച്ച്നെസ് ആവണേ എന്നാണ് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന. എത്രയും പെട്ടെന്ന് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വാട്ട് എന്ത് വേണമെങ്കിൽ വാങ്ങിക്കാനുള്ളൊരു ഫ്രീഡം അതിപ്പോൾ തൽക്കാലമായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് ബൈ ബൈ പറയുന്നു. ബാക്കി രാജ്യങ്ങളിൽ പിന്നെ ഒരു ദിവസം കാണാം. ബൈ.